പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഇത് കേൾക്കുന്നതിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവികതയിൽ പരിശീലിപ്പിച്ചു കൊണ്ടുവരേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. തിരുവചനം പറയുന്നു, ഉദരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ ലോകത്ത് മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവൻ്റെ ഉദരഫലമാണ്. അതുമാത്രം അവന് കാശ് കൊടുത്ത് ലോകത്തിൽ നിന്ന് വാങ്ങിക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തിൻ്റെ കൃപാവരമില്ലാതെ ഒരാൾക്കും തന്നെ സന്തതികൾ ജനിക്കുകയുമില്ല. അപ്പോൾ ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നിന്റെ കരങ്ങളിലേക്ക് ഒരു ദാനം വച്ച് നൽകുമ്പോൾ ആ ദാനത്തിൻ്റെ വിലയറിയാതെ നീ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നിനക്കതിൻ്റെ സമ്പൂർണമായ വിശുദ്ധിയിൽ അനുഭവിക്കാൻ കഴിയാതെ വരും. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിന്റെ കുഞ്ഞുങ്ങളെന്ന് നീ തിരിച്ചറിയണം. ആദ്യമേ ദൈവത്തിൻ്റെ ദാനത്തെ തിരിച്ചറിയുന്ന വ്യക്തികൾക്ക് ആ ദാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയും. ആ പ്രാധാന്യം അറിയുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടെ ആ ദാനത്തെ തങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ ദൈവികതയിൽ പരിശീലിപ്പിച്ചുകൊണ്ടുവന്ന് ദൈവഹിതം പൂർത്തീകരിക്കുന്നവരാക്കി മാറ്റുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം. സഭയിലൊരു കൊച്ചു വിശുദ്ധയുണ്ട്. അത് മറ്റാരുമല്ല, മരിയ ഗുരേത്തി എന്നറിയപ്പെടുന്ന വിശുദ്ധയാണ്. പാവപ്പെട്ട മാതാപിതാക്കളിൽ ജന്മമെടുത്ത പെൺകുട്ടിയായിരുന്നു അവൾ. അവളുടെ മാതാപിതാക്കൾ എപ്പോഴും അവളോട് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യമുണ്ടായിരുന്നു, മോളെ, വിശുദ്ധി എന്നാൽ മരണത്തേക്കാൾ ശ്രേഷ്ഠമാണ് കേട്ടോ. അവളുടെ മാതാപിതാക്കൾ കൂലിപ്പണിയെടുത്ത് കുടുംബത്തെ പോറ്റുന്നവരായിരുന്നു, സാധാരണ കർഷകരായിരുന്നു. ഒരു ദിവസം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ പുരയിടത്തിൽ പണിയെടുക്കുവാൻ വേണ്ടി അവർ പോയി. ഈ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു. 12 വയസ്സ് പ്രായമേ ഉള്ളെങ്കിലും നല്ല സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു മരിയ ഗുരേത്തി. പക്ഷെ ഇവളുടെ മേൽ കണ്ണുവച്ചിരുന്ന അയൽവക്കത്തുള്ള അലക്സാണ്ടർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വീട്ടിൽ ആരുമില്ലെന്ന് കാണുമ്പോൾ അവൻ ആ വീട്ടിൽ കയറി ചെന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയോട് പാപം ചെയ്യാൻ അവളെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയിൽ വളർന്നു വന്ന മാതാപിതാക്കളുടെ നാവിലൂടെ പുണ്യം അഭ്യസിച്ച ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞ, അലക്സാണ്ടറെ, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഏത് വിധേനയും അവളെ പറഞ്ഞു മയക്കുവാൻ പരിശ്രമിച്ച അലക്സാണ്ടർ ഒടുവിൽ തോറ്റു പിന്മാറുമ്പോൾ അവൻ്റെ ഉള്ളിലെ പിശാചുണർന്നു. അവൻ മരിയെ കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമം നടത്തി. പക്ഷേ അലക്സാണ്ടറെ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് എതിർക്കുന്ന, അവനെ പിന്തിരിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ച മരിയെ കീഴ്പ്പെടുത്തുവാൻ അലക്സാണ്ടറിന് കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ വർദ്ധിച്ച കോപത്തോടുകൂടെ അരയിൽ ഒളിപ്പിച്ചു വെച്ച കത്തിയെടുത്ത് പല പ്രാവശ്യം ആ കൊച്ചു പെൺകുട്ടിയുടെ നെഞ്ചത്താഞ്ഞാഞ്ഞു കുത്തി. ചോരയ്ക്കകത്ത് ഇവിടുന്ന് പിടയുമ്പോഴും മരി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അലക്സാണ്ടറെ, പാപം ചെയ്യുന്നതിനേക്കാൾ മരിച്ചു പോകുന്നതാണ് നല്ലത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പെൺകുഞ്ഞ് മരണപ്പെട്ടു. എന്തിനു വേണ്ടി? തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ സൂക്ഷിപ്പുകാരിയായി മരണപ്പെട്ടു. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ അവൾക്ക് ലഭിച്ചിരിക്കുന്ന ശരീരം എത്രയോ പവിത്രമാണെന്ന് അവളെ പഠിപ്പിച്ചു കൊടുത്ത അവളുടെ അമ്മയാണ്. കുഞ്ഞുനാളിൽ അവൾക്ക് ലഭിച്ച പരിശുദ്ധമായ പരിശീലനത്തിലൂടെയാണ് ആ പെൺകുഞ്ഞ് പാപം ചെയ്താൽ ദൈവം അകന്നു പോകുമെന്നും പാപത്തേക്കാൾ നല്ലത് മരണമാണെന്നും തിരിച്ചറിഞ്ഞത്. ഇത് അവളുടെ അമ്മ പറഞ്ഞു കൊടുത്ത പരിശീലനമായിരുന്നു. അതാണ് ആ പെൺകുഞ്ഞിൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്. പിന്നീട് അലക്സാണ്ടർ മാനസാന്തരപ്പെടുന്നുണ്ട്. അവളെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുമ്പോൾ അലക്സാണ്ടർ തികഞ്ഞ പശ്ചാത്താപത്തോടുകൂടെയാണ് അവൾ വിശുദ്ധയാണെന്നുള്ള പ്രഖ്യാപനം സന്തോഷത്തോടെ കേട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ഒന്ന് നോക്കി. 30 വർഷത്തെ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ അവൻ്റെ അമ്മയുടെ കൂടെ 30 വർഷക്കാലം അവൻ പരിശീലനത്തിൽ ഏർപ്പെട്ടവനാണ്.
മാതാപിതാക്കൾ പറയുന്ന അതുപോലെ തന്നെ അനുസരിച്ച് ജീവിച്ചവനാണ്. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇഷ്ടത്തിലും പ്രീതിയിലും വളർച്ച പ്രാപിച്ചു വന്നവനാണ്. ഇത് മക്കളെ പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുവാനായിട്ടുള്ള ദൈവിക ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിൻവാങ്ങിപ്പോകരുത്. നിങ്ങൾ മക്കളെ സ്നേഹിക്കണം, ലാളിക്കണം, നിങ്ങളുടെ നെഞ്ചിലെ ചൂട് കൊടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തണം. പക്ഷെ ഒരിക്കലും അവരെ ദൈവികതയിൽ നിന്ന് മാറ്റി നിർത്തരുത്. ദൈവമാണ് അവരുടെ പിതാവെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ദൈവമാണ് കാണിച്ചു തരുന്ന വഴിയെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ദൈവമാണ് യഥാർത്ഥത്തിൽ പ്രകാശമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഓരോ പാദം മുൻപോട്ട് വയ്ക്കുമ്പോഴും വ്യക്തമായി കാണുവാൻ ഒരു പാദം മുൻപോട്ട് വെക്കാനുള്ള വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നും പ്രാപ്തരാക്കി വിടണം. അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ മാതാപിതാക്കളായി മാറുന്നത്. ആ മാതാപിതാക്കളിൽ നിന്ന് ജീവിതം ആരംഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വഴിതെറ്റുകയില്ല. അവർ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ പ്രകാശങ്ങളായി രൂപപ്പെടുകയും ചെയ്യും. നമുക്കൊന്ന് കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവിക വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ മക്കളിലൂടെ എൻ്റെ ലോകം അനുഗ്രഹിക്കപ്പെടണമേ. എൻ്റെ ദൈവം മഹത്വപ്പെടണമേ. ആമേൻ.